morning students. The next topic, definition of managerial economics. Previous ക്ലാസ്സുകളിൽ നമ്മൾ എക്കണോമിക്സിനെ കുറിച്ചൊരു ഇൻട്രഡക്ഷൻ ക്ലാസ്സൊക്കെ തന്നിരുന്നു. ദെൻ മാനേജീരിയൽ എക്കണോമിക്സ് എന്താണെന്നും അതുപോലെ തന്നെ എക്കണോമിക്സിൻ്റെ ഒരു ദെൻ അവിടെ നമ്മൾ പറയും സബ്ജക്റ്റ് മാറ്റർ ഓഫ് എക്കണോമിക്സ്, വാണ്ട്സ്, എഫേർട്ട് ആൻഡ് ഇൻകം ആർ ദി സബ്ജക്റ്റ് മാറ്റർ ഓഫ് എക്കണോമിക്സ്. ദെൻ അതുപോലെ തന്നെ ഫൗണ്ടർ സ്റ്റോൺസ് ഓഫ് എക്കണോമിക്സ്, that means founder stones of economics, scarcity and unlimited multiplicity of wants and scarcity of resources. ഇപ്പോഴും എക്കണോമിക്സ് എന്ന് പറയുന്നതിൻ്റെ മെയിൻ തീം എന്ന് പറയുന്നത് സ്കേഴ്സിറ്റി ഓഫ് റിസോഴ്സസ് എന്ന് പറയുന്നതാണ്. അതുപോലെ തന്നെ അൺലിമിറ്റഡ് വാണ്ട്സും. ദീസ് ആർ ദി ഫൗണ്ടർ സ്റ്റോൺ ഓഫ് എക്കണോമിക്സ്. ദെൻ നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഡെഫിനിഷൻ ഓഫ് എക്കണോമിക്സ് എന്ന് പറയുന്നതാണ്. ഡെഫിനിഷനിൽ സെവറൽ എക്കണോമിസ്റ്റ് ഹാവ് ഡിവൈൻഡ് എക്കണോമിക്സ് ഈസ് ഇൻ ഡിഫറെൻറ്റ് വേയ്സ്. പലരും പല രീതിയിലാണ് എക്കണോമിക്സിനെ കാണുന്നതെന്ന് പറഞ്ഞു. ഇപ്പോൾ നമ്മൾ പറയുന്ന ടോപ്പിക്ക് മാനേജീരിയൽ എക്കണോമിക്സ് അല്ല, എക്കണോമിക്സ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അപ്പോൾ എക്കണോമിക്സിലെ ജയം കീനേഴ്സ് സെഡ് ദാറ്റ് എക്കണോമിക്സ് ഹാസ് സ്ട്രേഞ്ച് ഇറ്റ് സെൽഫ് വിത്ത് ഡെഫിനിഷൻ. അതായത് പലരുടെയും ഡെഫിനിഷൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ എക്കണോമിക്സ് എന്ന് പറയുന്നത് തികച്ചും ഡിഫറെൻ്റ് ആണ്. എങ്കിൽ കൂടെ ഓൾ ഡെഫിനിഷൻസ് ഓഫ് എക്കണോമിക്സ് മേ ബി ബ്രോഡ്ലി ഡിവൈഡ് ഇൻ ടു ഫോർ. ദെൻ ഫസ്റ്റ് വൺ ഈസ് വെൽത്ത് ഡെഫിനിഷൻ, സെക്കൻഡ് വൺ ഈസ് വെൽഫെയർ ഡെഫിനിഷൻ, തേർഡ് വൺ ഈസ് സ്കേഴ്സിറ്റി ഡെഫിനിഷൻ ആൻഡ് ഗ്രോത്ത് ഡെഫിനിഷൻ. സാധാരണ രീതിയിൽ നമ്മളൊരു ടേമിനെ ഡിഫൈൻ ചെയ്യണമെങ്കിൽ ഏതെങ്കിലും ഒരു ഡെഫിനിഷൻസ് കൊണ്ട് നമുക്ക് ഡിഫൈൻ ചെയ്യാനായിട്ട് സാധിക്കാറുണ്ട്. പക്ഷേ എക്കണോമിക്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡിഫറെൻറ്റ് ഫ്രം ഡിഫറെൻറ്റ് വ്യൂവേഴ്സ്. പല വ്യക്തികളുടെയും കാഴ്ചപ്പാടനുസരിച്ച്, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞല്ലോ, ഇന്ത്യൻ പ്രസിഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം യൂണിയൻ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുക എന്ന് പറയുന്നതും, അതുപോലെ തന്നെ വെൽഫെയർ ഓഫ് സൊസൈറ്റി, നമ്മുടെ രാജ്യത്തിൻ്റെ വെൽഫെയർ ഓഫ് നേഷൻ, അതിന് വേണ്ടിയൊക്കെ പ്രവർത്തിക്കുക, അതിന് വേണ്ടിയിട്ടുള്ള ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുക എന്ന് പറയുന്നതായിരിക്കാം. എന്നാൽ ഒരു ബിസിനസ്മാനെ സംബന്ധിച്ചിടത്തോളം ഹൗ ടു മാക്സിമൈസ് പ്രോഫിറ്റ്, ഹൗ ടു മാക്സിമൈസ് സെയിൽസ്, ഹൗ ടു എക്സ്പാൻഡ് ദ ബിസിനസ്, ഇതൊക്കെയായിരിക്കും അവരുടെ ഒബ്ജക്റ്റ്. അവർ ആ രീതിയിലായിരിക്കും അവിടെ കാണുന്നുണ്ടായിരിക്കാം. അതേപോലെ തന്നെ മറ്റു ചിലരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ക്രിയേഷൻ ഓഫ് വെൽത്ത്, ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ്, ദെൻ ഹൗ ടു ഇൻവെസ്റ്റ് ഷെയർസ്, ഹൗ ടു ഇൻവെസ്റ്റ് ബോണ്ട്സ്, ദെൻ ഏതായിരിക്കും മാക്സിമം ലാഭകരമായിരിക്കുക, ദെൻ അതിനെക്കുറിച്ച് പഠിക്കുക എന്നുള്ളതായിരിക്കും. അപ്പോൾ പലരുടെയും വ്യൂ പോയിൻറ്റ്സിൽ എക്കണോമിക്സ് എന്ന് പറയുമ്പോൾ അത് ഡിഫറെൻറ്റ് കോൺസെപ്റ്റുകളാണ്, ഡിഫറെൻറ്റ് ഐഡിയാസാണ്. ദെർഫോർ മേജർ ഡെഫിനിഷൻസ് ഓഫ് മാനേജീരിയൽ എക്കണോമിക്സിനെ നമുക്ക് 4ആയിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ദെൻ ഫസ്റ്റ് വൺ ഈസ് വെൽത്ത് ഡെഫിനിഷൻ. Second one is welfare definition. Third one is scarcity definition. Then fourth one is growth definition. Then ഇവിടെ മാനേജീരിയൽ എക്കണോമിക്സിന് ഡിഫറെൻറ്റ് ആയിട്ടുള്ള രീതിയിലാണ് ഡെഫിനിഷൻസ് കൊടുത്തിരിക്കുന്നത്. ദെൻ ഫസ്റ്റ് വൺ ഈസ് വെൽത്ത് ഡെഫിനിഷൻ, സെക്കൻഡ് വൺ ഈസ് വെൽഫെയർ ഡെഫിനിഷൻ, തേർഡ് വൺ ഈസ് സ്കേഴ്സിറ്റി ഡെഫിനിഷൻ ആൻഡ് ഫോർത്ത് വൺ ഈസ് ഗ്രോത്ത് ഡെഫിനിഷൻ. ഇങ്ങനെ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ദെൻ ഫസ്റ്റ് വൺ ഈസ് വെൽത്ത് ആൻഡ് ക്ലാസിക്കൽ ഡെഫിനിഷൻ. ഇറ്റ് ഈസ് പ്രൊപ്പോണ്ടഡ് ബൈ ആദം സ്മിത്ത്. ആണ് ഏത് ഡെഫിനിഷൻ കൊണ്ടുവന്നിരിക്കുന്നത്? ആദം സ്മിത്ത് ഡെഫിനിഷനാണ്. ആദം സ്മിത്തിൻ്റെ ഡെഫിനിഷനാണ് ഇത്, വെൽത്ത് ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ദെൻ ആദം സ്മിത്ത് ആണ് ഈസ് ദ ഫാദർ ഓഫ് എക്കണോമിക്സ് എന്ന് പറയുന്നത്. ദെൻ ഇവിടെ actually the science of economics was born in 1776 when the Adam Smith published his famous book An Enquiry into the Nature and the Causes of Wealth of Nation. അതായത് An Enquiry into the Nature and the Causes of Wealth of Nation. Adam Smith defined economics as the study of nature and causes of national wealth. ആ ബുക്കിൽ അദ്ദേഹം വ്യക്തമായിട്ട് പറയുന്നുണ്ട്, Adam Smith defined as economics as the study of economics as the study of economics as the study of the nature
study of the nature and causes of national wealth. അതായത് ഇപ്പം നോക്കാം, നമുക്ക് ഫസ്റ്റ് പറയുന്നത് ഡിഫറെൻറ്റ് വ്യൂ പോയിൻറ്റ്സ് ഉണ്ടെന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളതിനെ ക്ലാസിഫൈ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെൽത്ത് ഡെഫിനിഷൻ, വെൽഫെയർ ഡെഫിനിഷൻ, അതുപോലെ തന്നെ വെൽത്ത് ഡെഫിനിഷൻ, വെൽഫെയർ ഡെഫിനിഷൻ, സ്കേഴ്സിറ്റി ഡെഫിനിഷൻ ആൻഡ് ഗ്രോത്ത് ഡെഫിനിഷൻ എന്ന് പറയുന്ന രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ദെൻ വെൽത്ത് ഡെഫിനിഷനിൽ അതായത് പലരുടെ വ്യൂ പോയിൻറ്റ്സ് ആണ്. ദെൻ വെൽത്ത് ഡെഫിനിഷൻ പ്രൊപ്പൗണ്ട് ചെയ്തത്, ഇൻട്രൊഡ്യൂസ് ചെയ്ത് ആഡം സ്മിത്ത് ആണ്. ആഡം സ്മിത്ത് ഹീ ഈസ് ദ ഫാദർ ഓഫ് എക്കണോമിക്സ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് അതിൽ ആഡം സ്മിത്ത് എക്കണോമിക്സിനെ കുറിച്ച് ഡിഫൈൻ ചെയ്തിരിക്കുമ്പോൾ അദ്ദേഹം എഴുതിയിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ബുക്സിൽ ആൻ എൻക്വയറി ഇൻ ടു ദ നേച്ചർ ആൻഡ് കോസസ് ഓഫ് നാഷണൽ വെൽത്ത് എന്ന് പറയുന്ന അതിൽ അദ്ദേഹം എഴുതിയിട്ടുണ്ട്, എക്കണോമിക്സ് ഈസ് ദ സ്റ്റഡി ഓഫ് ദ നേച്ചർ, പ്രകൃതിയെക്കുറിച്ചുള്ള പഠനമാണ്, ആൻഡ് ദ കോസസ് ഓഫ് നാഷണൽ വെൽത്ത്, എങ്ങനെയാണ് നാഷണൽ വെൽത്ത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുക, ദറ്റ് ഇസ് എ സ്റ്റഡി ഓഫ് എക്കണോമിക്സ്. അപ്പോൾ ക്രിയേഷൻ ഓഫ് വെൽത്ത് എന്ന് പറയുന്നതാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ചിലരെ സംബന്ധിച്ചിടത്തോളം അത് വെൽഫെയർ ആയിരിക്കാം, ചിലരെ സംബന്ധിച്ചിടത്തോളം സ്കേഴ്സിറ്റി, ഇഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് എന്നുള്ളതായിരിക്കാം. എന്നാൽ പലർക്കും പല വ്യൂ പോയിൻറ്റ്സ് ആണെന്ന് പറഞ്ഞു. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഞാൻ എന്ത് പറയുന്നത്, വെൽത്ത് ഡെഫിനിഷനിൽ ആഡം സ്മിത്ത് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എക്കണോമിക്സ് ഈസ് ദ സ്റ്റഡി ഓഫ് ദ നേച്ചർ ആൻഡ് കോസസ് ഓഫ് നാഷണൽ വെൽത്ത്. രാജ്യത്തിൻ്റെ വെൽത്ത് ഇൻക്രീസ് ചെയ്യാനായിട്ട് കാരണമാവുന്നത് എന്താണോ, ഹൗ വെൽത്ത് ഈസ് പ്രൊഡ്യൂസ്ഡ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടഡ്, എങ്ങനെയാണ് നമ്മൾ പണം സമ്പാദിക്കുക, ഹൗ വെൽത്ത് ഈസ് ക്രിയേറ്റഡ്. ദെൻ അതിൽ പറയുന്നത് അക്കോർഡിംഗ് ടു ഹിം എക്കണോമിക്സ് ഈസ് ദ സ്റ്റഡി ഓഫ് വെൽത്ത്. നമുക്ക് എഴുതാം എക്കണോമിക്സ് ഈസ് ദ സ്റ്റഡി ഓഫ് വെൽത്ത്. സോ ഇറ്റ് ഈസ് കോൾഡ് ആസ് വെൽത്ത് ഡെഫിനിഷൻ. ആഡം സ്മിത്തിൻ്റെ ഡെഫിനിഷനാണ് നമ്മൾ എന്തെന്നുള്ള പേരിൽ അറിയപ്പെടുക, വെൽത്ത് ഡെഫിനിഷൻ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. Then as the study of the nature and cause of national wealth, Adam Smith defined that economics is a study of wealth and production of wealth and distribution of wealth. എങ്ങനെ പണം സമ്പാദിക്കും, അതെങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടും, how wealth is produced and distributed. Adam Smith is considered as father of economics. His definition is also known as wealth definition. അദ്ദേഹത്തിൻ്റെ ഡെഫിനിഷനാണ് പിന്നീട് വെൽത്ത് ഡെഫിനിഷൻ എന്നുള്ള പേരിൽ അറിയപ്പെട്ടത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് പറയാനുള്ളത്. എക്കണോമിക്സിലെ ഫസ്റ്റ് ഡെഫിനിഷൻ വെൽത്ത് ഡെഫിനിഷനാണ്. ഇറ്റ് ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ആഡം സ്മിത്ത്. ഹി ഈസ് ഓൾസോ നോൺ ആസ് father of economics. Then he said that he defined as economics is the study of the nature and causes of national wealth. Then how to maximize the wealth, how to create wealth, എങ്ങനെ പണം സമ്പാദിക്കും, എങ്ങനെ സമ്പത്ത് ഉണ്ടാക്കാനായിട്ട് സാധിക്കും, ഇതിനെക്കുറിച്ച് പഠിക്കുന്ന ഒരു പഠനശാഖയാണ് എക്കണോമിക്സ് എന്നായിരുന്നു ആരുടെ അഭിപ്രായം, ആഡം സ്മിത്തിൻ്റെ അഭിപ്രായം. Then next one is then അവിടെ 1776 അദ്ദേഹം ഇതിനെക്കുറിച്ചിട്ട് 1776 കാലഘട്ടങ്ങളിലൊക്കെയാണ് അതിനെക്കുറിച്ച് പറയുന്നത്. Then next welfare definition it is propounded by Alfred Marshall. Then it is propounded by Alfred Marshall. Then so it is Marshall's definitions എന്നുള്ള പേരിലും ഏത് അറിയപ്പെടും, വെൽഫെയർ ഡെഫിനിഷൻ അറിയപ്പെടും. Marshall was the mathematician and geometrician who came to the great economist. He defined as principles of economics published in 1890 economics as follows. അദ്ദേഹം 1890 പ്രിൻസിപ്പിൾസ് ഓഫ് എക്കണോമിക്സ് എന്ന് പറയുന്നതിൽ അദ്ദേഹം എക്കണോമിക്സിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. ദാറ്റ് മീൻസ് മാർഷൽ ഷിഫ്റ്റഡ് ദ എംഫസിസ് ഫ്രം വെൽത്ത് ടു വെൽഫെയർ. അദ്ദേഹം വെൽത്തിൽ നിന്ന് വെൽഫെയറിലേക്കാണ് എക്കണോമിക്സിനെ കണക്ട് ചെയ്തത്. അക്കോർഡിംഗ് ടു ഹിം wealth is not the end but only means to an end, the end being human welfare. According to him, economics studies both wealth and man. Marshall definition has come to be known as welfare definition. According to him, economics studies both wealth and economics studies both wealth and man.
ബോത്ത് വെൽത്ത് ആൻഡ് മെൻ. അവിടെ ഇപ്പോൾ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം ആഡം സ്മിത്ത് വെൽത്ത് ഡെഫിനിഷൻ എന്ന് പറഞ്ഞു. അതിനുശേഷം 1890 കൂടിയിട്ടുള്ള കാലഘട്ടങ്ങളിലാണ് ആൽഫ്രഡ് മാർഷൽ എന്ത് പറയുന്നത്, അതായത് ക്രിയേഷൻ ഓഫ് വെൽത്ത് എന്ന് പറയുന്നത് മാത്രമല്ല, ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് എക്കണോമിക്സ്. അത് എക്കണോമിക്സിൻ്റെ പാർട്ട് തന്നെയാണ്. ഹൗ ടു ക്രിയേറ്റ് എൻ ഇൻകം, ഹൗ ടു ക്രിയേറ്റ് എ വെൽത്ത് എന്നൊക്കെ പറയുന്നത് എക്കണോമിക്സ് തന്നെയാണ്. പക്ഷേ അതേസമയം തന്നെ the end being is human welfare. According to him, wealth is not the end but only means to an end, the end being human welfare. Then അദ്ദേഹം പറഞ്ഞത്, that is the use of material request for well-being. തീർച്ചയായിട്ടും ഈ വെൽത്ത് എന്ന് പറയുന്ന ഈ സമ്പത്ത് എന്തിനു വേണ്ടി ഉപയോഗിക്കപ്പെടണം, ആർക്ക് വേണ്ടി ഉപയോഗപ്പെടണം എന്നൊക്കെ പറയുന്ന മാൻകൈൻഡ് എന്ന് പറയുന്നത് കൂടെ കൺസിഡർ ചെയ്യുന്നതാണ് എക്കണോമിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ എക്കണോമിക്സ് എന്ന് പറയുന്നത് വെൽത്ത് ഡെഫിനിഷൻ മാത്രമല്ല, അത് ഏതുകൂടിയാണ്, ഇറ്റ് ഈസ് എ വെൽഫെയർ ഓഫ് മാൻ. അത് എന്തിനു വേണ്ടിയായിരിക്കണം, ഒരു മനുഷ്യൻ്റെ ഒരു വെൽഫെയറിന് വേണ്ടി ഉപയോഗിക്കുന്ന കൂടിയായിരിക്കണം. സോ ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് വെൽഫെയർ ഡെഫിനിഷൻ. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ? എന്ത് ക്ലിയർ ആയിട്ടുണ്ട്? ഡിഫറെൻറ്റ് ഡെഫിനിഷൻസ് ഉണ്ട് എക്കണോമിക്സിൽ. ഫസ്റ്റ് വൺ ഈസ് വെൽത്ത് ഡെഫിനിഷൻ. ഇറ്റ് ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ആഡം സ്മിത്ത്. ഹീ ഈസ് ഓൾസോ നോൺ ആസ് ഫാദർ ഓഫ് economics. Second one is welfare definition. It is introduced by Alfred Marshall, so it is also called as welfare definition. Then third one is Robin's definition. Third one ആണ് ഇത് Robin's definition. Robin's definition ആണ് നമ്മൾ പിന്നീട് എന്തെന്നുള്ള പേരിൽ അറിയപ്പെട്ട scarcity definition എന്ന് പറയുന്നത്. Then അദ്ദേഹത്തിന് Robin's definition, Robin's created റോബിൻസ് ഡെഫിനിഷൻ എന്നുള്ള പേരിലാണ്. നേച്ചർ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് എക്കണോമിക് സയൻസ് പബ്ലിഷ്ഡ് ഇൻ 1932 ഇതൊരു 1890 അദ്ദേഹം പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇവിടെ 1932 സ്കേഴ്സിറ്റി ഡെഫിനിഷൻ കൊണ്ടുവന്നിരിക്കുന്നത്. സ്കേഴ്സിറ്റി ഡെഫിനിഷൻ റോബിൻസനാണ് കൊണ്ടുവരിക. റോബിൻസ് ഡെഫിനിഷൻ ഈസ് ഓൾസോ നോൺ ആസ് സ്കേഴ്സിറ്റി ഡെഫിനിഷൻ. എക്കണോമിക്സ് ഈസ് ദ സയൻസ് വിച്ച് സ്റ്റഡീസ് ഹ്യൂമൻ ബിഹേവിയർ ആസ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ends and scarce means which have alternative uses. Our wants are unlimited. However, the scarce to satisfy these wants are limited. The resources are also capable of alternative uses. ഇദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ സ്കേഴ്സിറ്റി ഈസ് ദ റൂട്ട് ഓഫ് എക്കണോമിക് പ്രോബ്ലം. എപ്പോഴും എക്കണോമിക് ക്രൈസിസ് നമുക്ക് എപ്പോഴും ഉണ്ടാവുന്നത്, അതായത് അൺലിമിറ്റഡ് വാണ്ട്സും സ്കേഴ്സിറ്റി ഓഫ് റിസോഴ്സസ് എന്ന് പറയുന്നതാണ്. ഞാൻ ആദ്യത്തെ ക്ലാസ്സിൽ നിങ്ങളോട് പറഞ്ഞിരുന്നതാണ്, ഒരു ഫൗണ്ടർ സ്റ്റോൺ ഓഫ് എക്കണോമിക്സ് എന്ന് പറയുന്നത് അവിടെ രണ്ട് കാര്യങ്ങളാണ്. അൺലിമിറ്റഡ് വാണ്ട്സ്, മൾട്ടിപ്ലിസിറ്റി ഓഫ് വാണ്ട്സ് എന്ന് പറയുന്നതാണ്. മൾട്ടിപ്ലിസിറ്റി ഓഫ് വാണ്ട്സും അതേസമയം തന്നെ സ്കേഴ്സിറ്റി ഓഫ് റിസോഴ്സസ് എന്ന് പറയുന്നതാണ് എക്കണോമിക്സിൻ്റെ കോർണർ സ്റ്റോൺസ് എന്ന് പറയുന്നത്, ഫൗണ്ടർ സ്റ്റോൺസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ആര് പറഞ്ഞിരിക്കുന്നത്? റോബിൻസ് പറഞ്ഞിരിക്കുന്നത്. റോബിൻസ് പറഞ്ഞിരിക്കുന്നത് എന്താ? സ്കേഴ്സിറ്റി ഈസ് ദ മെയിൻ പ്രോബ്ലം ഓഫ് എക്കണോമിക്സ്. സ്കേഴ്സിറ്റി ഈസ് ദ റൂട്ട് ഓഫ് ഓൾ എക്കണോമിക് പ്രോബ്ലം. എല്ലാ സാമ്പത്തിക പ്രശ്നങ്ങളുടെയും കാരണം എന്ന് പറയുന്നത് നമ്മുടെ ആഗ്രഹങ്ങൾ ഫുൾഫിൽ ചെയ്യാൻ പറ്റാവുന്ന രീതിയിലുള്ള ഇൻകം അല്ലെങ്കിൽ സ്കേഴ്സിറ്റി ഓഫ് റിസോഴ്സസ് ഇല്ല എന്നുള്ളതൊക്കെ തന്നെയാണ്. സോ under conditions of scarcity, in fact scarcity forces us to make choice. ഈ സ്കേഴ്സിറ്റി ആണ് നമ്മളെ ചോയ്സസിലേക്ക് ലീഡ് ചെയ്യുന്നത്. ഇഫ് റിസോഴ്സസ് വെർ നോട്ട് സ്കേഴ്സ് ദർ വുഡ് നോട്ട് ബി സബ്ജക്റ്റ് ലൈക്ക് എക്കണോമിക്സ്. അതായത് സ്കേഴ്സിറ്റി ഇല്ല എന്ന് പറയാന്നുണ്ടെങ്കിൽ നമുക്ക് ഏതെടുക്കണം, അത് വേണോ ഇത് വേണോ എന്ന് പറയുമ്പോൾ നമ്മുടെ ലിമിറ്റഡ് ഇൻകം കൊണ്ടാണ് നമ്മളവിടെ ഡിസിഷൻ എടുക്കുന്നത് അല്ലേ. അവിടെ അങ്ങനെ ഇല്ല എങ്കിൽ തീർച്ചയായിട്ടും നോട്ട് സ്കേഴ്സ് ദേ വുഡ് ബി സബ്ജക്റ്റ് ലൈക്ക് എക്കണോമിക്സ്. അങ്ങനെയാണെങ്കിൽ അവിടെ എക്കണോമിക്സും ഇല്ല. ദാറ്റ് മീൻസ് ഇഫ് റിസോഴ്സസ് വെർ നോട്ട് സ്കേഴ്സ് ദർ വുഡ് നോട്ട് ബി സബ്ജക്റ്റ് ലൈക്ക് എക്കണോമിക്സ്. എക്കണോമിക്സ് ഈസ് ദ സയൻസ് ഓഫ് തിങ്കിങ് എന്ന് പറയാം. ദെൻ സ്കേഴ്സിറ്റി ഈസ് എ റൂട്ട് ഓഫ് എക്കണോമിക് പ്രോബ്ലം. ദസ് എക്കണോമിക്സ് ഈസ് എ സ്റ്റഡി ഓഫ് ചോയ്സസ് പീപ്പിൾ മേക്ക് ടു അറ്റൈൻ their goals under conditions of scarcity. Scarcity ഫോഴ്സസ് ടു മേക്ക് ചോയ്സ്. എപ്പോഴും സ്കേഴ്സിറ്റി, നമ്മൾ ഏതെങ്കിലും ഒരു 10,000 രൂപ കൊടുത്തിട്ട് വാങ്ങിക്കുന്ന സാധനമാണെങ്കിൽ പോലും നമ്മളവിടെ ആലോചിക്കുക, 10,000 രൂപയാണെങ്കിൽ നമ്മളത് ആലോചിക്കും അതുകൊണ്ടുണ്ടാകാവുന്ന, അല്ലെങ്കിൽ ഇതിനേക്കാൾ നല്ലത് വാങ്ങാമായിരുന്നു, അല്ലെങ്കിൽ ആ 10,000 നമ്മൾ ഒതുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ലിമിറ്റഡ് ഫണ്ട് എന്നുള്ളതാണ്. സ്കേഴ്സിറ്റി എന്ന് പറയുന്ന പ്രോബ്ലമാണ് നമ്മളെ ഏതിലേക്ക് ലീഡ് ചെയ്യുന്നത്, ഒരു പുതിയ പ്രോഡക്റ്റ് വാങ്ങിക്കാനായിട്ട് നമ്മളെ തീരുമാനം എടുപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും
scarcity definition le, then scarcity is the root of economics. 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 ദെൻ നെക്സ്റ്റ് അപ്പോൾ നിങ്ങൾക്ക് 3 കാര്യങ്ങൾ മനസ്സിലായി. ആദ്യത്തിൽ നമുക്ക് തീർച്ചയായിട്ടും ഒരു പൂർണ്ണമായിട്ടുള്ളൊരു ഡെഫിനേഷൻ കൊടുക്കാൻ പറ്റാത്തതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫറെൻറ്റ് വ്യൂവേഴ്സ്, ഡിഫറെൻറ്റ് തിങ്കേഴ്സ് ആർ ഡിഫറെൻറ്റ് ടൈപ്സിലാണ് എക്കണോമിക്സിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ദെൻ ഫസ്റ്റ് ഡെഫിനിഷൻ, ആഡം സ്മിത്തിൻ്റെ ഡെഫിനിഷൻ എക്കണോമിക്സ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ദ ഡെഫിനേഷൻ ഓഫ്, അല്ലെങ്കിൽ ഇറ്റ് ഈസ് എ ക്രിയേഷൻ ഓഫ് വെൽത്ത്. വെൽത്ത് എങ്ങനെ ക്രിയേറ്റ് ചെയ്യപ്പെടുമെന്ന് പറയുന്നൊരു ഡെഫിനിഷനാണ് വെൽത്ത് ഡെഫിനിഷൻ. ആഡം സ്മിത്ത് പ്രൊപ്പോണ്ടഡ് വെൽത്ത് ഡെഫിനിഷൻ. സെക്കൻഡ് ഡെഫിനിഷൻ എന്ന് പറയുന്നത് എന്താ? വെൽഫെയർ ഡെഫിനിഷൻ. ദെൻ ക്രിയേഷൻ ഓഫ് വെൽത്ത് എന്ന് മാത്രമല്ല, എക്കണോമിക് സ്റ്റഡീസ് ബോത്ത് വെൽത്ത് ആൻഡ് മാൻ. മനുഷ്യനെക്കുറിച്ചും സമ്പത്തിനെക്കുറിച്ചും പഠിക്കുന്ന പഠനശാഖയാണ് ഇത് എക്കണോമിക്സ് എന്ന് പറയുന്നത്. ദെൻ തേർഡ് വൺ ഈസ് സ്കേഴ്സിറ്റി ഡെഫിനിഷൻ. സ്കേഴ്സിറ്റി ഡെഫിനിഷനിൽ റോബിൻസ് ആണ് സ്കേഴ്സിറ്റി ഡെഫിനിഷൻ പ്രൊപ്പോണ്ട് ചെയ്തത്. റോബിൻസ് സ്കേഴ്സിറ്റി ഡെഫിനിഷൻ ഈസ് ഓൾസോ കോൾഡ് ആസ് സ്കേഴ്സിറ്റി. റോബിൻസിൻ്റെ ഡെഫിനിഷനെ എന്തെന്നുള്ള പേരിൽ അറിയപ്പെടുന്നു? സ്കേഴ്സിറ്റി ഡെഫിനിഷൻ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നു. സ്കേഴ്സിറ്റി ഈസ് ദ റൂട്ട് ഓഫ് എക്കണോമിക്സ്. എവിടെയാണോ ദൗർലഭ്യം, എവിടെയാണോ നമുക്ക് വിരളമായിട്ടുള്ളത്, എവിടെയാണോ നമുക്ക് ഇല്ലായ്മകൾ ഉണ്ടാവുന്നത്, അവിടെയാണ് നമ്മൾ എക്കണോമിക്സ് ഉപയോഗിക്കുന്നത്. എങ്ങനെയാണ് നമ്മളൊരു 10,000 രൂപ കൊണ്ട് ഇത്രയും കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കുക? എവിടെയാണ് നമ്മൾ ഈ അല്ലെങ്കിൽ ഒരു 5 ലക്ഷം രൂപ കൊണ്ട് ഈ ബിസിനസ് എങ്ങനെ വലുതാക്കാനായിട്ട് സാധിക്കും? എവിടെയാണോ എന്തൊക്കെയാണോ നമ്മൾ നേരിടുന്ന സ്കേഴ്സിറ്റി എന്ന് പറയുന്നത്, എവിടെയാണ് ദൗർലഭ്യം നമ്മൾ നേരിടുന്നത്, ദെൻ അവിടെ നമ്മൾ എടുക്കുന്നത്, ദെൻ വി ക്യാൻ ടേക്ക് എ ഡിസിഷൻ, ചോയ്സസ്, ബേസ്ഡ് ഓൺ ചോയ്സസ്. നല്ല നല്ല ഓൾട്ടർനേറ്റീവ്സിന് വെച്ചിട്ടുള്ള ഡിസിഷൻസ് നമ്മളപ്പോൾ എടുക്കേണ്ടതായിട്ട് വരും കേട്ടോ. അപ്പോൾ അവിടെയാണ് നമുക്ക് അവിടെ എന്ത് പറയുന്നത്, ഡെഫിനിഷൻസിൻ്റെ, എക്കണോമിക്സിൻ്റെ പ്രാധാന്യം പറയുന്നത്. ദെൻ ലാസ്റ്റ് വൺ ഈസ് ഗ്രോത്ത് ഡെഫിനിഷൻ. അവിടെ ദ നേച്ചർ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് എക്കണോമിക്സ് ആൻഡ് ദ നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് എക്കണോമിക്സ്, ദ ക്രെഡിറ്റ് ബ്രിങ്ങിങ് അബൌട്ട് ദ റെവല്യൂഷൻ ഇൻ എക്കണോമിക് തിങ്കിങ് ഗോസ് ടു ലോർഡ് ജെ.എം. കീനസ്. He defined as the study of administration of the scarce resources and the determination of income and employment. പലരും, അതായത് ഗ്രോത്ത് ഡെഫിനിഷനിൽ പലരുടെയും കോൺട്രിബ്യൂഷൻസ് ഉണ്ട്. അക്കോർഡിംഗ് ടു ബെൻഹാം, എക്കണോമിക്സ് ആസ് ദ സ്റ്റഡി ഓഫ് ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ സൈസ്, ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് സ്റ്റെബിലിറ്റി ഓഫ് കൺട്രീസ് നാഷണൽ ഇൻകം. ദെൻ റീസെൻ്റ്ലി പ്രൊഫസർ സാമുവൽസൺ given a definition based on growth aspect. His definition is also follows. അതായത് ഗ്രോത്ത് ഡെഫിനിഷനിൽ പലരും, അതായത് ജെ.എം. കീനസ്, അദ്ദേഹത്തിൻ്റെ ഡെഫിനിഷൻ ഉണ്ടായിരുന്നു. ജെ.എം. കീനസ് അദ്ദേഹത്തിൻ്റെ ഡെഫിനിഷൻ ഉണ്ടായിരുന്നു. ബെൻഹാം അദ്ദേഹത്തിൻ്റെ ഡെഫിനിഷൻ ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ റീസൺലി പ്രൊഫസർ സാമുവൽസൺ. Then Professor Samuelson അദ്ദേഹത്തിൻ്റെ ഡെഫിനിഷനിലെ എക്കണോമിക്സ് ഈസ് എ സ്റ്റഡി ഓഫ് ഹൗ മാൻ ആൻഡ് സൊസൈറ്റി ചൂസ് വിത്ത് ഓർ വിത്തൗട്ട് ദ യൂസസ് ഓഫ് മണി ടു എംപ്ലോയ് സ്കേഴ്സ് പ്രൊഡക്റ്റീവ് റിസോഴ്സസ് which could have alternative uses to produce various commodities over time and distribute them for consumption. Now definition in these words. Then economics is a study of how societies use scarce resources and to produce valuable commodities and distribute them among different people for satisfying their wants. സാമുവൽസ് ഡെഫിനിഷൻ ഓൾസോ നോൺ ആസ് ഗ്രോത്ത് ഡെഫിനിഷൻ. സാമുവൽസിൻ്റെ ഡെഫിനിഷനാണ് പിന്നീട് ഗ്രോത്ത് ഡെഫിനിഷൻ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. അതായത് മോഡേൺ ഡെഫിനിഷനിലെ ജെ.എം. കീനസ്, ബെൻഹാം ആൻഡ് ഓൾസോ പ്രൊഫസർ സാമുവൽസൺ. പിന്നീട് പ്രൊഫസർ സാമുവൽസിൻ്റെ ഡെഫിനിഷനാണ് പിന്നീട് എന്തെന്നുള്ള പേരിൽ അറിയപ്പെടാൻ തുടങ്ങിയത്. ദറ്റ് ഈസ് ദ ഗ്രോത്ത് ഡെഫിനിഷൻ എന്നുള്ള പേരിൽ അറിയപ്പെടാൻ തുടങ്ങിയത്. അപ്പോൾ ഗ്രോത്ത് ഡെഫിനിഷനിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് നോക്കാം. ഗ്രോത്ത് സാമുവൽസിൻ്റെ അഭിപ്രായത്തിൽ എക്കണോമിക്സ് ഈസ് ദ സ്റ്റഡി ഓഫ് ഹൗ സൊസൈറ്റീസ് യൂസ് സ്കേഴ്സ് റിസോഴ്സസ്. അതിലെന്താ, എക്കണോമിക്സ് ഈസ് ദ സ്റ്റഡി ഓഫ് ഹൗ സൊസൈറ്റീസ് യൂസ് സ്കേഴ്സ് റിസോഴ്സസ് ടു പ്രൊഡക്റ്റീവ് വാല്യുബിൾ കമ്മോഡിറ്റീസ് ആൻഡ് distribute them
among different people for satisfying their wants. Samuelson definition is also known as growth definition. സാമുവൽസിൻ്റെ ഡെഫിനിഷൻ എന്തെന്നുള്ള പേരിൽ അറിയപ്പെട്ടു? ഗ്രോത്ത് ഡെഫിനിഷൻ എന്നുള്ള പേരിൽ അറിയപ്പെട്ടു. ദെൻ precisely the define economics is the study of allocation of the scarce resources to satisfy unlimited human wants for goods and services. അവിടെ നമുക്ക് അതിനൊന്നുകൂടെ നമുക്ക് പറയാം. എക്കണോമിക്സ് ഈസ് എ സ്റ്റഡി ഓഫ് അലോക്കേഷൻ ഓഫ് all the scarce resources to satisfy unlimited human wants for the goods and services. അപ്പോൾ നിങ്ങൾ what is meant by economics, what is the meaning of economics എന്നൊക്കെ ചോദിക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെ എഴുതിയാൽ മതി. Economics is the study of allocation of scarce resources. Economics is a study of allocation of scarce resources to satisfy unlimited human wants for goods and services. അൺലിമിറ്റഡ് ഹ്യൂമൻ വാണ്ട്സ് ഫോർ ഗുഡ്സ് ആൻഡ് സർവീസസ്. ഗുഡ്സ് ആൻഡ് സർവീസസിന് വേണ്ടിയുള്ള അൺലിമിറ്റഡ് ആയിട്ടുള്ള ആഗ്രഹങ്ങളെ സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് ഇഫക്റ്റീവായിട്ടുള്ള രീതിയിൽ റിസോഴ്സസ് ഉപയോഗപ്പെടുത്തുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? എക്കണോമിക്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? എക്കണോമിക്സ് ഈസ് ദ സ്റ്റഡി ഓഫ് അലോക്കേഷൻ ഓഫ് സ്കേഴ്സ് റിസോഴ്സസ് ടു സാറ്റിസ്ഫൈ unlimited wants for goods and services. We all face scarcity because no one can have all goods and services that our heart desires. Human wants grow over time, so scarcity will never be eliminated. Thus, it can be concluded that economics is a study of how people use their limited resources to satisfy their unlimited wants. അപ്പോൾ നമുക്കിതൊന്ന് കൺക്ലൂഡ് ചെയ്യാം. നമുക്ക് മാനേജീരിയൽ എക്കണോമിക്സിൽ എന്താണ് മാനേജീരിയൽ എക്കണോമിക്സ് എന്ന് പറഞ്ഞു. അതിന് മുൻപ് തന്നെ വാട്ട് ഈസ് മീൻ ബൈ എക്കണോമിക്സ് എന്ന് പറഞ്ഞു. എക്കണോമിക്സ് എന്ന് ചോദിക്കുമ്പോൾ എക്കണോമിക്സ് ഈസ് എ സ്റ്റഡി ഓഫ് അലോക്കേഷൻ ഓഫ് സ്കേഴ്സ് റിസോഴ്സസ് ടു സാറ്റിസ്ഫൈ ദ അൺലിമിറ്റഡ് വാണ്ട്സ് for goods and services. Unlimited wants for goods and services. Unlimited human wants. അതായത് what is meant by economics? Economics means the study of allocation of scarce resources to satisfy unlimited human wants for goods and services. സാധനങ്ങളോ സേവനങ്ങൾക്കോ വേണ്ടിയുള്ള അൺലിമിറ്റഡ് ആയിട്ടുള്ള ആഗ്രഹങ്ങളെ ലിമിറ്റഡ് റിസോഴ്സസ് ഉപയോഗിച്ചുകൊണ്ട് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു ടെക്നിക്സ്, അല്ലെങ്കിൽ അത് എങ്ങനെയാണ് നമ്മളത് അലോക്കേറ്റ് ചെയ്യുക, ദാറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് എക്കണോമിക്സ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ എക്കണോമിക്സിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. എന്താ എക്കണോമിക്സ് എന്ന് പറഞ്ഞു. എക്കണോമിക്സിലെ പലരുടെ വ്യൂ പോയിൻറ്റ്സ് പലതാണ്. ഇതാണ് നമ്മളിപ്പോൾ എക്കണോമിക്സിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ പറയുന്നത്. അപ്പോൾ പലരുടെയും വ്യൂ പോയിൻറ്റ്സും പലതാണ്. ദെൻ അവിടെ നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡെഫിനിഷൻസ് എക്കണോമിക്സിൽ കാണാം. എല്ലാ വിഷനും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ഡെഫിനിഷൻ നമുക്ക് ഡിഫൈൻ ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. ദെൻ അവിടെ ഡിഫറെൻറ്റ് വ്യൂ പോയിൻറ്റ്സിലെ ഫസ്റ്റ് വൺ ഈസ് വെൽത്ത് ഡെഫിനിഷൻ, സെക്കൻഡ് വൺ ഈസ് വെൽഫെയർ ഡെഫിനിഷൻ, തേർഡ് വൺ ഈസ് സ്കേഴ്സിറ്റി ഡെഫിനിഷൻ ആൻഡ് ഫോർത്ത് വൺ ഈസ് ഗ്രോത്ത് ഡെഫിനിഷൻ. ഏതൊക്കെയാണ്? വെൽത്ത് ഡെഫിനിഷൻ, വെൽഫെയർ ഡെഫിനിഷൻ, സ്കേഴ്സിറ്റി ഡെഫിനിഷൻ ആൻഡ് ഗ്രോത്ത് ഡെഫിനിഷൻ. First one is wealth definition. Wealth definition is introduced by Adam Smith. Adam Smith എന്ന് പറയുന്നത് he is the father of economics. അദ്ദേഹത്തിനെയാണ് എക്കണോമിക്സിൻ്റെ ഫാദർ എന്ന് പറയുന്നത്, ആദം സ്മിത്ത്. ആദം സ്മിത്തിൻ്റെ ഡെഫിനിഷനെയാണ് നമ്മൾ വെൽത്ത് ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ദെൻ ആദം സ്മിത്തിൻ്റെ അഭിപ്രായത്തിൽ എന്താണ് എക്കണോമിക്സ് എന്ന് പറയുന്നത്? എക്കണോമിക്സ് ഈസ് എ സ്റ്റഡി ഓഫ് വെൽത്ത്, സ്റ്റഡി ഓഫ് നേച്ചർ ആൻഡ് കോസസ് ഓഫ് നാഷണൽ വെൽത്ത്, അല്ലെങ്കിൽ സ്റ്റഡി ഓഫ് വെൽത്ത്. പണം എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, എങ്ങനെ സമ്പത്ത് രൂപീകരിക്കാം, എങ്ങനെ നമുക്ക് പണത്തെ കണ്ടുപിടിക്കാം, അതെങ്ങനെ എക്സ്പാൻഡ് ചെയ്യാം എന്ന് പറയുന്നതിന് ഒരു പാഠ്യഭാഗമാണ് എക്കണോമിക്സ്. സ്റ്റഡി ഓഫ് വെൽത്ത് എന്നുള്ളതാണ് എക്കണോമിക്സ് എന്ന് അദ്ദേഹം അഭിപ്രായപ്പെടുന്നു. സോ ആദം സ്മിത്തിൻ്റെ ഡെഫിനിഷനെ നമ്മൾ എന്തെന്ന് പറയുന്നു? വെൽത്ത് ഡെഫിനിഷൻ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നു. സെക്കൻഡ് വൺ, അത് മാത്രം വെൽത്ത് മാത്രമല്ല എക്കണോമിക്സ് എന്ന് പറയുന്നത്, ഇറ്റ് ഈസ് ദ ഇഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഓഫ് വെൽത്ത് ഫോർ മാൻകൈൻഡ്. മനുഷ്യരുടെ ശരിയായിട്ടുള്ള ഉപയോഗത്തിന് വേണ്ടി പണത്തെ വിനിയോഗിക്കുക എന്ന് പറയുന്ന ഒരു ആശയമാണ് ആര് കൊണ്ടുവന്നിരിക്കുന്നത്? ആൽഫ്രഡ് മാർഷൽ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ക്രിയേഷൻ ഓഫ് വെൽത്ത് എന്ന് പറയുന്നതല്ല, ഇഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഓഫ് വെൽത്ത് എന്ന് പറയുന്നതും എക്കണോമിക്സ് ആണ്. ഫോർ വെൽഫെയർ ഓഫ് മാൻ, മനുഷ്യൻ്റെ അല്ലെങ്കിൽ മാനവരാശിക്ക് വേണ്ടി ഫണ്ട് ഉപയോഗപ്പെടുത്തുക, അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഫിനാൻസ് യൂട്ടിലൈസ് ചെയ്യപ്പെടുക എന്നൊക്കെ പറയുന്നതാണ്
എക്കണോമിക്സ് എന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെട്ടത്. അപ്പോൾ ദെൻ അവിടെ ഫസ്റ്റ് വെൽത്ത് ഡെഫിനിഷൻ എന്നുള്ളൊരു ചേഞ്ചാണ് ഇതിലേക്ക് വന്നത്, വെൽഫെയർ ഡെഫിനിഷനിലേക്ക് വന്നത്. സോ സെക്കൻഡ് വൺ ഈസ് കോൾഡ് ആസ് വെൽഫെയർ ഡെഫിനിഷൻ. വെൽഫെയർ ഡെഫിനിഷനിൽ ആൽഫ്രഡ് മാർഷലിൻ്റെ എക്കണോമിക്സ് സ്റ്റഡീസ് ബോത്ത് വെൽത്ത് ആൻഡ് മാൻ. രണ്ട് തരത്തിലാണ് വെൽഫെയർ ഡെഫിനിഷൻ. വെൽഫെയർ ഡെഫിനിഷനിൽ രണ്ടെണ്ണത്തെക്കുറിച്ച്, വെൽത്തിനെ കുറിച്ച് മാത്രം പഠിക്കുന്നതല്ല, വെൽത്ത് ആൻഡ് മാൻ എന്ന് പറയുന്നതാണ് വെൽഫെയർ ഡെഫിനിഷൻ. ഇറ്റ് ഈസ് പ്രൊപ്പോണ്ടഡ് ബൈ, വെൽഫെയർ ഡെഫിനിഷൻ ഈസ് പ്രൊപ്പോണ്ടഡ് ബൈ ആൽഫ്രഡ് മാർഷൽ. ദെൻ തേർഡ് വൺ ഈസ് സ്കേഴ്സിറ്റി ഡെഫിനിഷൻ. അതായത് പണം ഉണ്ടാക്കുകയും അത് മാനവരാശിക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുകയും ചെയ്യുക എന്ന് പറയുന്നത് എക്കണോമിക്സ് ഒക്കെ തന്നെയാണ്. എങ്കിൽ കൂടെ അതിൽ കൂടുതലായിട്ട് ഫണ്ട് ഉപയോഗിക്കണം. ഉപയോഗിക്കുക എന്ന് പറയുമ്പോൾ ദെൻ അങ്ങനെ വരികയാണെങ്കിലും പണം ഉണ്ടാക്കുകയും അത് ഉപയോഗിക്കുകയും ചെയ്യുക എന്ന് പറയുമ്പോൾ അവിടെ സ്കേഴ്സിറ്റി എന്ന് പറയുന്നൊരു പ്രോബ്ലം ഇല്ല. പക്ഷേ സ്കേഴ്സിറ്റി ഈസ് ദ റൂട്ട് ഫാക്ടർ. സ്കേഴ്സിറ്റി ഈസ് ദ റൂട്ട് ഓഫ് ഓൾ എക്കണോമിക് പ്രോബ്ലം. ഈ വിഭവങ്ങളില്ലായ്മ, ദൗർലഭ്യമാണ് എക്കണോമിക്സിൻ്റെ റൂട്ട് എന്ന് പറയുന്നത്. അദ്ദേഹം, അതായത് റോബിൻസ് ആണ് സ്കേഴ്സിറ്റി ഈസ് ദ റൂട്ട് ഓഫ് എക്കണോമിക്സ് എന്ന് കണ്ടെത്തിയിട്ടുള്ളത്. അദ്ദേഹം പറഞ്ഞത് ഹ്യൂമൻ വാണ്ട്സ്, അവിടെ നമുക്ക് അത് സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് ഇഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഓഫ് സ്കേഴ്സ് റിസോഴ്സസ് എന്ന് പറയുന്നതാണ് എക്കണോമിക്സ് എന്നാണ് ആരഭിപ്രായപ്പെട്ടത്, റോബിൻസ് അഭിപ്രായപ്പെട്ടത്. അപ്പോൾ ഓരോ കാലഘട്ടങ്ങളിലും പലരുടെയും വ്യൂ പോയിൻറ്റ്സ് വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഒരു ബിസിനസ് ആരംഭിക്കണമെങ്കിൽ ബിസിനസ്സിലെ കീ ഫാക്ടേഴ്സ് അതിനെയൊക്കെ സംയോജിപ്പിക്കണം. അപ്പോൾ ഏതാണോ അവിടെ ലിമിറ്റഡ് റിസോഴ്സസ് എന്ന് പറയുന്നത്, അതെങ്ങനെയാണ് നമുക്ക് യൂട്ടിലൈസ് ചെയ്യേണ്ടത്, അത് അവിടെ ഇഫക്റ്റീവായിട്ട് ഫിനാൻസ് യൂട്ടിലൈസ് ചെയ്യാൻ പഠിപ്പിക്കുക. വളരെ കുറഞ്ഞ ഫണ്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മാക്സിമം സാറ്റിസ്ഫാക്ഷനിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നതാണ് എക്കണോമിക്സ് എന്നാണ് ആരഭിപ്രായപ്പെട്ട റോബിൻസിൻ്റെ അഭിപ്രായം കേട്ടോ. അപ്പോൾ ദെൻ തേർഡ് വൺ ഈസ് scarcity is the root of economics. It is propounded by Robbins. So this definition is also called as scarcity definition. Then last one is growth definition. Growth definition modern definition എന്നുള്ള പേരിലും അറിയപ്പെടാറുണ്ട്. ആ മോഡേൺ ഡെഫിനിഷനിലെ ഗ്രോത്ത് ഡെഫിനിഷനിലെ ജെയിം കീനസ്, ബെൻഹാം, പ്രൊഫസർ സാമുവൽസൺ ഇവരുടെയൊക്കെ അഭിപ്രായങ്ങളാണ് നമ്മളിവിടെ കുറിച്ച് വെച്ചിരിക്കുന്നത്. ദെൻ അതിൽ പ്രൊഫസർ സാമുവൽസൺസ് ഡെഫിനിഷൻ ഈസ് ഓൾസോ കോൾഡ് ആസ് ഗ്രോത്ത് ഡെഫിനിഷൻ. അദ്ദേഹത്തിൻ്റെ ഡെഫിനിഷനാണ് ഗ്രോത്ത് ഡെഫിനിഷൻ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. ദെൻ എക്കണോമിക്സ് ഈസ് എ സ്റ്റഡി ഓഫ് ഹൗ സൊസൈറ്റീസ് യൂസ് സ്കേഴ്സ് റിസോഴ്സസ്. എങ്ങനെയാണ് ഒരു സൊസൈറ്റിയിൽ സ്കേഴ്സ് റിസോഴ്സസ് വിനിയോഗിക്കപ്പെടേണ്ടത് ടു പ്രൊഡ്യൂസ് വാല്യുബിൾ കമ്മോഡിറ്റീസ്. അതായത് വളരെ മൂല്യമുള്ള കമ്മോഡിറ്റീസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് ദം എമംഗ് ഡിഫറെൻറ്റ് പീപ്പിൾ ഫോർ സാറ്റിസ്ഫൈ ദെയർ വാണ്ട്സ്. Then Samuelson definition is also known as growth definition. അതായത് economics is a study of how societies use scarce resources to produce valuable commodities and distribute them among different people for satisfying their wants. അതായത് സൊസൈറ്റിയിലുള്ള പണത്തെ കണ്ടെത്തുകയും അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വാല്യുബിൾ ആയിട്ടുള്ള കമ്മോഡിറ്റീസ് ക്രിയേറ്റ് ചെയ്യുകയും അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തുകൊണ്ട് ഹ്യൂമൻ വാണ്ട്സ് ആൻഡ് നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യുകയും ചെയ്യുന്ന ഒരു കമേഴ്സ്യൽ ആക്ടിവിറ്റി എന്നൊക്കെ പറയാം. അതാണ് എന്ത് പറയുന്നത്, എക്കണോമിക്സ് എന്ന് പറയുന്നതാണ് സാമുവൽസിൻ്റെ ഡെഫിനേഷൻ. ഫണ്ട് കണ്ടെത്തുക, ആ ഫണ്ട് കണ്ടെത്തിയിട്ട് ഇഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യുക, വാല്യുബിൾ കമ്മോഡിറ്റീസ് ക്രിയേറ്റ് ചെയ്യുക, ആ കമ്മോഡിറ്റീസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, ആൻഡ് ഇറ്റ് ഈസ് ഹെൽപ്ഫുൾ ഫോർ സാറ്റിസ്ഫൈങ് ദ ഹ്യൂമൻ നീഡ്സ് ആൻഡ് വാണ്ട്സ്. ദാറ്റ് കോൺസെപ്റ്റ് അവിടെയാണ് എക്കണോമിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നുമില്ലെങ്കിലും നിങ്ങൾക്ക് എക്കണോമിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വെൽത്ത്, ക്രിയേഷൻ ഓഫ് വെൽത്താണ്. ദെൻ ഇറ്റ് ഈസ് സാറ്റിസ്ഫൈ ദ ഹ്യൂമൻ വാണ്ട്സ് ആൻഡ് നീഡ്സ് ആണ്, സ്കേഴ്സിറ്റി ആണ്, ഇറ്റ് ഈസ് യൂസ് ഫോർ മാൻ കൈൻഡ് എന്നുള്ളതാണ്. ഇറ്റ് ഈസ് ഇതെല്ലാം കൂടിച്ചേർന്നിട്ടുള്ളതാണ് എക്കണോമിക്സ് എന്ന് പറയാനാണ് നമുക്കിപ്പോൾ സാധിക്കുള്ളൂ. അപ്പോൾ ഏറ്റവും ലാസ്റ്റ് നമുക്ക് പ്രിസൈസ്ലി എക്കണോമിക്സ് ഈസ് ഡിഫൈൻഡ് ആസ്, ഏറ്റവും ലാസ്റ്റ് നമുക്ക് എക്കണോമിക്സിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യാം, പ്രിസൈസ്ലി എക്കണോമിക്സ് ഈസ് ഡിഫൈൻഡ് ആസ് economics is the study of allocation of scarce resources to satisfy unlimited human wants for goods and services. സാധനങ്ങൾക്കോ സേവനങ്ങൾക്കോ വേണ്ടിയിട്ടുള്ള മനുഷ്യൻ്റെ അൺലിമിറ്റഡ് ആയിട്ടുള്ള ആഗ്രഹങ്ങളെ ലിമിറ്റഡ് റിസോഴ്സസ് ഉപയോഗിച്ചുകൊണ്ട് സാറ്റിസ്ഫൈ ചെയ്ത് കൊടുക്കുന്ന വൺ ഓഫ് ദി ടെക്നിക്സ് ആണ് എന്ത്, എക്കണോമിക്സ് എന്ന് പറയുന്നത്. എക്കണോമിക്സ് ഈസ്, അവിടെയാണ് നമുക്ക് ചിലപ്പോൾ വാട്ട് ഈസ് ദ മീനിങ് ഓഫ് എക്കണോമിക്സ്,
ഡിഫൈൻ എക്കണോമിക്സ് എന്നൊക്കെ പറഞ്ഞു തരുമ്പോൾ നമുക്ക് അങ്ങനെ എഴുതാൻ പറ്റുള്ളൂ, അല്ലാതെ ഓരോരുത്തരും ഡെഫിനിഷൻ. അപ്പോൾ വെൽത്ത് ഡെഫിനിഷൻ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് എന്തെഴുതാം, ആദം സ്മിത്തിൻ്റെ ഡെഫിനിഷൻ ചോദിക്കാം. വെൽഫെയർ ആണെങ്കിൽ ആൽഫ്രഡ് മാർഷലിൻ്റെ എഴുതാം. അതുപോലെ തന്നെ റോബിൻസിൻ്റെ സ്കേഴ്സിറ്റി ഡെഫിനിഷനാണ്, റോബിൻസ് സ്കേഴ്സിറ്റി ഡെഫിനിഷനാണ്. ദെൻ ലാസ്റ്റ് വൺ ഈസ് ദെൻ ഗ്രോത്ത് ഡെഫിനിഷൻ പ്രൊഫസർ സാമുവൽസൺ ആണ് ഗ്രോത്ത് ഡെഫിനിഷൻ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഫസ്റ്റ് പാർട്ട് നമ്മുടെ അവിടെ കംപ്ലീറ്റ് ആവാണ്. ഒരു ഇൻട്രൊഡക്ഷനിലെ നമ്മൾ പറഞ്ഞിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്കിവിടെ കംപ്ലീറ്റ് ആവാണ്. വാട്ട് ഈസ് മെൻ ബൈ മാനേജീരിയൽ എക്കണോമിക്സ്, വാട്ട് ഈസ് മെൻ ബൈ എക്കണോമിക്സ്, ഫൗണ്ടർ സ്റ്റോൺസ് ഓഫ് മാനേജീരിയൽ എക്കണോമിക്സ്, സബ്ജക്റ്റ് മാറ്റർ ഓഫ് എക്കണോമിക്സ് എന്നൊക്കെ പറയുന്ന പാഠ്യഭാഗം നമ്മുടെ ഇവിടെ കംപ്ലീറ്റ് ആവാണ്. ദെൻ നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് നമുക്ക് കടക്കാം. നെക്സ്റ്റ് ടോപ്പിക്കിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ബ്രാഞ്ചസ് ഓഫ് എക്കണോമിക്സ് എന്ന് പറയുന്ന ഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ബ്രാഞ്ചസ് ഓഫ് എക്കണോമിക്സിലെ 2 തരത്തിൽ നമുക്ക് അതിനെ ക്ലാസിഫൈ ചെയ്യാം, മാക്രോ എക്കണോമിക്സ് ആൻഡ് മൈക്രോ എക്കണോമിക്സ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, +2 ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിരിക്കുന്ന ഒരു ഏരിയയാണ് മാക്രോ എക്കണോമിക്സ് ആൻഡ് മൈക്രോ എക്കണോമിക്സ്. അതുകൂടെ നമുക്കൊന്ന് എടുക്കാം, മാക്രോ എക്കണോമിക്സ് ആൻഡ് മൈക്രോ എക്കണോമിക്സ്. ബ്രാഞ്ചസ് ഓഫ് എക്കണോമിക്സിലെ എക്കണോമിക്സ് മേ ബി ക്ലാസിഫൈഡ് ഇൻ ടു 2 എന്ന് പറഞ്ഞിട്ട് നമുക്കതിനെ ക്ലാസിഫൈ ചെയ്യാം, മാക്രോ എക്കണോമിക്സ് ആൻഡ് മൈക്രോ എക്കണോമിക്സ്. മാക്രോ എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം, മാക്രോ ഈസ് എ ബ്രോഡർ കോൺസെപ്റ്റ്, മൈക്രോ ഈസ് എ നേരോവർ കോൺസെപ്റ്റ്. ദെൻ ബ്രാഞ്ചസ് ഓഫ് എക്കണോമിക്സ്. Then classified into 2. First one is microeconomics and macroeconomics. Microeconomics and macroeconomics. The word macro is derived from the Greek word macros. It means macroeconomics became popular only after the publication of Keynes' great book General. That means Greek word macros എന്ന് പറയുന്നതാണ്. Macroeconomics is the study of the economy as a whole. It is macroeconomics. We study about national income, gross national output, aggregate of demand, aggregate of supply, etc. The words of Garner claim macroeconomics is to study the character of forest independently of trees with composite. Macroeconomics is the analysis or aggregate behavior. In short, macroeconomics is the study of entire economy. Macroeconomics is also known as theory of income and employment. Macroeconomics deals with some of the questions untouched by macroeconomics. The study of economics is left incomplete if we do not study macroeconomics. അതായത് മാക്രോ എക്കണോമിക്സ് എന്ന് പറയുമ്പോൾ മാക്രോ എക്കണോമിക്സ് ഈസ് ഡിറൈവ്ഡ് ഫ്രം ദ വേർഡ് മാക്രോസ്. മാക്രോസ് എന്ന് പറയുന്ന ഗ്രീക്ക് വേർഡിൽ നിന്നാണ് മാക്രോ എന്ന് പറയുന്ന ടേം ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ എന്താ, മാക്രോസ് എന്ന് പറയുന്ന ഗ്രീക്ക് വേർഡിൽ നിന്നാണ് മാക്രോ എന്ന് പറയുന്ന ടേം. ദെൻ ഇറ്റ് മീൻസ് ലാർജ്, വളരെ വലിയ എന്നർത്ഥം വരുന്നൊരു ടേമാണ് ഇത്. ദെൻ മാക്രോ എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. മാക്രോ എക്കണോമിക്സിലെ ദാറ്റ് ഈസ് എ സ്റ്റഡി ഓഫ് അഗ്രിഗേറ്റ് ബിഹേവിയർ. മൊത്തം രാജ്യത്തിനെക്കുറിച്ച് മൊത്തം പഠിക്കുക, രാജ്യത്തിൻ്റെ എക്കണോമിയെക്കുറിച്ച് പഠിക്കുക, അഗ്രിഗേറ്റ് ഇൻകത്തെക്കുറിച്ച് പഠിക്കുക, നാഷണൽ ഇൻകത്തെക്കുറിച്ച് പഠിക്കുക, അഗ്രിഗേറ്റ് ഡിമാൻഡ്, അഗ്രിഗേറ്റ് സപ്ലൈ, ഗ്രോസ് നാഷണൽ ഇൻകം, ഇതിനെക്കുറിച്ച് മൊത്തം ഇപ്പം നമ്മൾ ഇന്ത്യയുടെ രാജ്യത്തെ മുഴുവൻ വേൾഡ് എക്കോണമിയെക്കുറിച്ച് പഠിക്കുക. ഇങ്ങനെയൊക്കെ പഠിക്കുന്ന വളരെ വലിയൊരു പാഠ്യഭാഗമാണ് മാക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത്. ദെൻ അതുപോലെ തന്നെ നമ്മൾ പറയും അതൊരു മാക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത് അതൊരു കാർഡാണെങ്കിൽ ഇറ്റ് ഈസ് ട്രീറ്റഡ് ആസ് എ ഫോറസ്റ്റ് എന്ന് പറയാം. അങ്ങനെ മാക്രോ എക്കണോമിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഫോറസ്റ്റാണ്. അതിൽ വൺ ഓഫ് ദി ഏരിയ മാത്രമാണ് ഏത് മൈക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ മാക്രോ എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ മനസ്സിലായാലും നിങ്ങൾക്ക്. മാക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത് ദ വേർഡ് ഈസ് ഡിറൈവ്ഡ് ഫ്രം ദ മാക്രോസ്. That word is macro. That is the word meaning of macros, that is also called as large എന്ന് പറയുന്നതാണ് അതിൻ്റെ വേർഡ് മീനിങ് എന്ന് പറയുന്നത്. Then next one is micros. The term micro is derived from the Greek word micros. കണ്ടോ, മൈക്രോസ് എന്ന് പറയുന്ന ഗ്രീക്ക് വേർഡിൽ നിന്നാണ് മൈക്രോ എന്ന് പറയുന്ന ടേം ക്രിയേറ്റ് ചെയ്തത്.
ഡിറൈവ് ചെയ്ത് വന്നിട്ടുള്ള. ഇറ്റ് മീൻസ് സ്മോൾ. അപ്പം നമുക്ക് രണ്ട് വേർഡ് മനസ്സിലായി. ദെൻ രണ്ടും ഗ്രീക്ക് വേർഡിൽ നിന്നാണ്. ഗ്രീക്ക് വേർഡിൽ നിന്നാണ് രണ്ട് വേർഡ് വന്നിട്ടുള്ള. ഒന്ന് മാക്രോസ്, നെക്സ്റ്റ് വൺ ഈസ് മൈക്രോസ്. മാക്രോസ് കണ്ട, MAKROS, മാക്രോസ്. ഇവിടെ മാക്രോ എന്നുള്ള അർത്ഥം വരുന്നു. ദാറ്റ് മീൻസ് അതിൻ്റെ മീനിങ് എന്താണ്? ലാർജ്. ഇത് മൈക്രോസ് എന്ന് പറയുമ്പോൾ മൈക്രോ എന്നർത്ഥം. ദറ്റ് മീൻസ് സ്മോൾ. മൈക്രോ എക്കണോമിക്സ്, വൺ ഓഫ് ദി ബ്രാഞ്ച് ഓഫ് എക്കണോമിക്സ്. മൈക്രോ എക്കണോമിക്സിലെ ദ വേർഡ് മൈക്രോസ്, ഇറ്റ് ഈസ് എൻ ഗ്രീക്ക് വേർഡ്. ഇറ്റ് ഈസ് ഡിറൈവ്ഡ് ഫ്രം ഗ്രീക്ക് വേർഡ് മൈക്രോസ്, MIKROS, micros. That the meaning of micros, that is old as micro. That word meaning is small. It is a narrower concept. അതായത് ഇറ്റ് ഈസ് മൈക്രോ എക്കണോമിക്സ് ഈസ് എ സ്റ്റഡി ഓഫ് ഫേം, സ്റ്റഡി ഓഫ് ഇൻഡിവിജ്വൽ, സ്റ്റഡി ഓഫ് കൺസ്യൂമർ. ഒരു വ്യക്തിയെക്കുറിച്ച് പഠിക്കുകയോ ഒരു സ്ഥാപനത്തെക്കുറിച്ച് പഠിക്കുകയോ അല്ലേ ഒരു ഫേമിനെ കുറിച്ച് പഠിക്കുകയൊക്കെ ചെയ്യുന്നതാണ് എന്ത്? മൈക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത്. മൈക്രോ എക്കണോമിക്സ് ഈസ് എ പാർട്ട് ഓഫ് മാക്രോ എക്കണോമിക്സ്. ക്ലിയർ ആയല്ലോ? അപ്പോൾ വളരെ വലിയ മാക്രോ എന്ന് പറയുന്നത് നമ്മൾ ഏകദേശം ഒരു ദെൻ മാക്രോ ഈസ് കൺസിഡർഡ് ആസ് എ ഫോറസ്റ്റ്. വൺ ഓഫ് ദ ട്രീ ഈസ് കോൾഡ് ആസ് മൈക്രോ. കണ്ടോ, ഒരു കാടായിട്ടാണ് നമ്മൾ മാക്രോ എക്കണോമിക്സിനെ കാണുന്നതെങ്കിൽ അതിലൊരു വൃക്ഷമായിട്ടാണ് നമ്മൾ ഏതിനെ കാണുന്നത്? മൈക്രോ എക്കണോമിക്സിനെ കാണുന്നത്. ദെൻ ഇവിടെ ഞാൻ പറഞ്ഞ എക്സാമ്പിൾ അനുസരിച്ചാണ് വാട്ട് ഈസ് മീൻ ബൈ മൈക്രോ എക്കണോമിക്സിലെ മൈക്രോ എക്കണോമിക്സ് ഡീൽസ് വിത്ത് ദ പ്രോബ്ലംസ് ഓഫ് ഇൻഡിവിജ്വൽ, പ്രോബ്ലംസ് ഓഫ് ഫേം, പ്രോബ്ലംസ് ഓഫ് കൺസ്യൂമർ, എക്സെട്ര. It is the study of how individual and firm make choices. It is the analysis of individual behavior. Microeconomics is the study of individual behavior. ഒരു കൺസ്യൂമറുടെ ബിഹേവിയർ എന്താ? എന്നാൽ ബിഹേവിയർ എന്ന് പറയുമ്പോൾ ദെൻ അവിടെ ഒരാളുടെ ഒരു എന്താ പറയുക, ഇറ്റ് ഈസ് എ ഔട്ട്കം ഓഫ് പേഴ്സണാലിറ്റി. ദാറ്റ് ഈസ് കോൾഡ് എസ് ബിഹേവിയർ. നമ്മളെങ്ങനെ ബിഹേവിയറിനെ പറയാം? എന്താ ഒരു ബിഹേവിയർ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ പറയുക? ഇറ്റ് ഈസ് എ ഔട്ട്കം ഓഫ് പേഴ്സണാലിറ്റി അല്ലേ? ഇപ്പം നമുക്കെല്ലാവർക്കും ഓരോ ബിഹേവിയർ ഉണ്ട്. ആ ബിഹേവിയറിനെ നമ്മൾ പറയുന്നത് അയാൾ എന്താ കാണിക്കണേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദറ്റ് ഈസ് ദ റിഫ്ലക്ഷൻ ഓഫ് പേഴ്സണാലിറ്റി. അയാളുടെ പേഴ്സണാലിറ്റിയുടെ ഒരു റിഫ്ലക്ഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ബിഹേവിയർ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കൺസ്യൂമർ ബിഹേവിയർ, കൺസ്യൂമർ ബിഹേവിയർ എന്ന് പറയുന്നത് ദ ആക്ട് ഓഫ് എൻ ഇൻഡിവിജ്വൽ, ഹി ആക്ടിങ് ആസ് എ കൺസ്യൂമർ. അയാൾ എപ്പോഴാണോ ഒരു കൺസ്യൂമറായിട്ട് മാറുന്നത്, ദാറ്റ് ആക്ടിവിറ്റി ഈസ് കോൾഡ് ആസ്, ദാറ്റ് ആക്ഷൻ ഈസ് കോൾഡ് ആസ് കൺസ്യൂമർ ബിഹേവിയർ. നമ്മളൊരു കൺസ്യൂമറായിട്ട് എപ്പോഴാണ് മാറുക? നമ്മളൊരു കസ്റ്റമറായിട്ട് എപ്പോഴാണ് മാറുക? ആ കസ്റ്റമർ ആകുമ്പോൾ നമ്മുടെ ബിഹേവിയർ എന്താണോ ദാറ്റ് ബിഹേവിയർ ഈസ് കോൾഡ് ആസ് കസ്റ്റമർ ബിഹേവിയർ. ഇവിടെ മൈക്രോ എക്കണോമിക്സിലെ മൈക്രോ എക്കണോമിക്സിൽ നമ്മൾ എന്തിനെ കുറിച്ചിട്ടാവും പഠിക്കേണ്ടാവുക? ഒരു ഇൻഡിവിജ്വൽ ബിഹേവിയറിനെ കുറിച്ചോ ഒരു കസ്റ്റമർ ബിഹേവിയറിനെ കുറിച്ചോ ഒരു ഫേമിൻ്റെ തിയറിയെക്കുറിച്ചോ ഒരു ഫേമിൻ്റെ പ്രോഫിറ്റബിലിറ്റിയെക്കുറിച്ചോ ഒക്കെ ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് വെച്ചാൽ ദാറ്റ് കോൺസെപ്റ്റ് ഈസ് കോൾഡ് ആസ് മൈക്രോ എക്കണോമിക്സ്. ക്ലിയർ ആയില്ലേ? Then individual behavior. In microeconomics, a small part of component of the whole economy is analyzed. Microeconomics considers only individual units. Then in short, microeconomics deals with the decision making process. ഏതാ എടുക്കണ്ടേ ഇന്ന് നമ്മളൊരു ചോയ്സ് എടുക്കുകയാണ്, ഏത് പ്രൊഡക്റ്റാണ് വാങ്ങിക്കണ്ടേ? ദാറ്റ് ചോയ്സസ്, ദാറ്റ് കോൺസെപ്റ്റ് ഈസ് മൈക്രോ എക്കണോമിക്സ്. സിംഗിൾ എക്കണോമിക് യൂണിറ്റ് സച്ച് എ പ്രൊഡ്യൂസർ ഓർ എ കൺസ്യൂമർ. ദെൻ അപ്പോൾ നിങ്ങൾക്ക് മൈക്രോ എക്കണോമിക്സും മാക്രോ എക്കണോമിക്സും എന്താണെന്ന് മനസ്സിലായി. ഇനി നമുക്ക് അവിടെ അറിയാൻ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ, ഒരു പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ഒക്കെ നമുക്ക് സാധാരണ ചോദിക്കാറുണ്ട്. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ മൈക്രോ എക്കണോമിക്സ് ആൻഡ് മാക്രോ എക്കണോമിക്സ്? വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ മൈക്രോ എക്കണോമിക്സ് ആൻഡ് മാക്രോ എക്കണോമിക്സ്? First one is, it is studies individual economic unit. First one is individual business unit. കണ്ടോ, ഇവിടുത്തെ ഒന്നാമത്തെ പാഠ്യഭാഗം എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ ബിസിനസ് യൂണിറ്റിനെ കുറിച്ച്. ഇറ്റ് ഇസ് ദ സ്റ്റഡി ഓഫ് ഇൻഡിവിജ്വൽ ബിസിനസ് യൂണിറ്റ്. ഇൻഡിവിജ്വൽ ബിസിനസ് യൂണിറ്റ്. പിന്നെ അഗ്രിഗേറ്റ് എക്കണോമിക് യൂണിറ്റ്. അഗ്രിഗേറ്റ് എക്കണോമിക് യൂണിറ്റ്. അഗ്രിഗേറ്റ് എക്കണോമിക് യൂണിറ്റ്. ഇപ്പോൾ ഇവിടെ എന്താ മനസ്സിലാക്കുന്ന വ്യത്യസ്തത? മൈക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സ്റ്റഡി ഓഫ് ഇൻഡിവിജ്വൽ ബിസിനസ് യൂണിറ്റ്. ഇറ്റ് ഈസ് ദ സ്റ്റഡി ഓഫ് ഇൻഡിവിജ്വൽസ്. ഇറ്റ് ഈസ് ദ സ്റ്റഡി ഓഫ് ഫേംസ്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് മാക്രോ എക്കണോമിക്സ്. ഇറ്റ് ഈസ് ദ സ്റ്റഡി ഓഫ് അഗ്രിഗേറ്റ് എക്കണോമിക് യൂണിറ്റ്. അതായത് ഒരുപാട് യൂണിറ്റുകൾ കൂടി ചേർന്നിട്ടുള്ളതാണ് എന്ത് പറയുന്നത്?
ഇൻഡസ്ട്രി എന്നൊക്കെ പറയുന്ന പോലെ. ഫസ്റ്റ് ഡിഫറൻസിൽ ദെൻ ഇൻഡിവിജ്വൽ ബിസിനസ് യൂണിറ്റ്, ഇവിടെ ഇറ്റ് ഈസ് ദ സ്റ്റഡി ഓഫ് അഗ്രിഗേറ്റ് എക്കണോമിക് യൂണിറ്റ്, aggregate economic unit. And second one is it deals with the determination of price and output of individual market. ഇവിടെ സെക്കൻഡ് പോയിന്റ് നമുക്ക് പറയാൻ പറ്റും, it deals with determination of the determination of price and output. It deals with the second point എന്താ പറയാൻ പറ്റുക, it deals with the determination of price and output in the individual market. Then അവിടെയാണെങ്കിൽ it deals with the determination of general price level. It is the സെക്കൻഡ് പോയിന്റിൽ ഇവിടെയാണെങ്കിൽ പ്രൈസ് ആൻഡ് ഔട്ട്പുട്ട് ഇൻ ദ ഇൻഡിവിജ്വൽ മാർക്കറ്റിനെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. അതായത് പെർഫെക്റ്റ് കോമ്പറ്റീഷനെ കുറിച്ചിട്ടോ ഇംപെർഫെക്റ്റ് കോമ്പറ്റീഷനെ കുറിച്ചിട്ടോ മൊണോപ്പൊളിയെ കുറിച്ചിട്ടോ ഒക്കെയാണ് നമ്മളിവിടെ പഠിക്കുന്നത്. ഇറ്റ് ഈസ് എ പ്രൈസ് ആൻഡ് ഔട്ട്പുട്ട് ഡിറ്റർമിനേഷൻ ഇൻ ഇൻഡിവിജ്വൽ മാർക്കറ്റ്, അതിനെക്കുറിച്ചിട്ടാണ് നമുക്ക് അവിടെ പഠിക്കുന്നത്. ദെൻ ഇവിടെ നെക്സ്റ്റ് വൺ പറയുന്നത് it deals with the determination of general price. It deals with the determination of general price levels. And national output. General price level and national output. Then okay, next one is it helps to individual consumer firm industry or achieving optimum. Then next നമുക്ക് പറയാൻ പറ്റുക focus on price. Third one focus on price. Macroലെ focus on income. Then optimum level. Optimum level the individual consumer. ഇവിടെയാണെന്നുണ്ടെങ്കിൽ it helps to entire optimum level entire economy. Optimum level in the entire economy. The next one is it is comparatively easy. It is more complex in nature. And then it is considered as a forest. It is considered as a tree. അത് വേണമെങ്കിൽ കൊടുക്കാം. അതായത് ഇതൊരു ഫോറസ്റ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യണമെങ്കിൽ ഇതൊരു അതല്ല, മാക്രോ എക്കണോമിക്സ് ഈസ് കൺസിഡേർഡ് ആസ് എ ഫോറസ്റ്റ് ആൻഡ് മൈക്രോ എക്കണോമിക്സ് ഈസ് കൺസിഡേർഡ് ആസ് എ ട്രീ എന്നൊക്കെ പറയാം. അപ്പോൾ ഞാനിത് കൺക്ലൂഡ് ചെയ്യാണ്. അപ്പോൾ ഇത് വളരെ സിമ്പിൾ ടോപ്പിക്കാണ്. പ്രീവിയസ് ആയിട്ട് നിങ്ങൾ പഠിച്ചിട്ടുള്ള പ്രീവിയസ് ക്ലാസ്സുകളിലൊക്കെ പ്ലസ് ടു ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിരിക്കുന്ന ഒരു ടോപ്പിക്ക് കൂടിയാണ്. ദെൻ ഇവിടെ നമ്മൾ പഠിച്ചിരിക്കുന്നത് എന്താ, ബ്രാഞ്ചസ് ഓഫ് എക്കണോമിക്സും. അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് ഏതാണ് ഞാൻ കൺക്ലൂഡ് ചെയ്യാം. What is the definition of economics? Definition of economics le first one is wealth definition, second one is welfare definition, and then third one is scarcity definition, fourth one is growth definition. Wealth definition is propounded by Adam Smith, welfare definition is propounded by Alfred Marshall. Then third one is scarcity definition is introduced by
Robbins. So it is also called as Robbins definition. Then last one is growth definition. Growth definition is the credit is goes to Professor Samuelson. ഇതാണ് 4 definitions. What is meant by economics? Economics is the study of allocation of scarce resources for satisfying unlimited human wants for goods and services. ഗുഡ്സ് ആൻഡ് സർവീസസിന് വേണ്ടിയുള്ള അൺലിമിറ്റഡ് ആയിട്ടുള്ള ആഗ്രഹങ്ങളെ സാറ്റിസ്ഫൈ ചെയ്ത് കൊടുക്കുന്ന ഉള്ള അലോക്കേഷൻ ഓഫ് സ്കേഴ്സ് റിസോഴ്സസ് എന്ന് പറയുന്ന ടെക്നിക്സാണ് ഇത് എക്കണോമിക്സ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ പഠിച്ച ടോപ്പിക് ഏതാ? വട്ട് ഈസ് ദ ക്ലാസിഫിക്കേഷൻ ഓഫ് മാക്രോ എക്കണോമിക്സ് ആൻഡ് മൈക്രോ എക്കണോമിക്സ്, ബ്രാഞ്ചസ് ഓഫ് എക്കണോമിക്സ്. മാക്രോ എക്കണോമിക്സ് ഈസ് ദ മീനിങ് ഓഫ് ലാർജ് ഇൻ നേച്ചർ. Then microeconomics in the nature is small in nature. So it is a broader, macroeconomics broader in nature, microeconomics is a narrower concept. Macroeconomics is a wider concept, then microeconomics is a narrow concept. That is the point. Then it is macroeconomics is considered as a forest, then microeconomics is considered as a tree. Then it is the microeconomics individual business unit. It is a study of aggregate business unit. It deals with determination of price and output. It determines the general price level and national output. Focus on price, then focus on income. Optimum level the individual consumer. Optimum level in the entire economy. അപ്പോൾ ഇത്രയും പാഠഭാഗങ്ങൾ നിങ്ങൾ പഠിച്ചിരിക്കണം. മാനേജീരിയൽ എക്കണോമിക്സും ക്ലാസിഫിക്കേഷനും നിങ്ങൾ പഠിച്ചിരിക്കണം. എല്ലാം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. താങ്ക് യു.